ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഇന്നത്തെ നിഫ്റ്റി എടുത്ത ചാർട്ട്. നിഫ്റ്റി എടുത്ത ചാർട്ട് ഭയങ്കര സൈഡ് വൈസ് ആണ്. നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല സൈഡ് വൈസ് ആണ്. ലാസ്റ്റ് ഒരു 10-15 മിനിറ്റിലാണ് അതിൻ്റെ ഒരു ചെറിയൊരു മൊമെൻ്റെങ്കിലും വന്നത്. വൺ സൈഡിലേക്ക് ഒരു മൊമെൻ്റ് കിട്ടിയേക്കണത്. പിന്നെ മോർണിംഗിലത്തെ ഒരു മൊമെൻ്റ് ഉണ്ട് കേട്ടോ, ഇല്ല ഒന്നുമില്ല. പക്ഷേ മോർണിംഗ് ആണെങ്കിലും ഈ ടൈമാണെങ്കിലും നമുക്കൊരു ഫുൾ ടാർഗറ്റ് എന്നുള്ള രീതിയിലേക്കൊന്നും വന്നിട്ടില്ല. നമുക്കറിയാമല്ലോ നമ്മൾ 50 പോയിൻ്റാണ് ടാർഗറ്റ് ഇരിക്കണത്. ഇപ്പോൾ ഇന്നലെ ആണെങ്കിലും ഇന്നാണെങ്കിലും നമുക്ക് ഫുൾ ടാർഗറ്റ് ഒന്നുമില്ല. ഇന്നലെ ആണെങ്കിലും ഒരു 30 പോയിൻ്റ് കിട്ടി. ഇന്നിപ്പോൾ ലാസ്റ്റ് ട്രേഡാണ് ഒരു 30 പോയിൻ്റ് കിട്ടിയത്. അതും ട്രേഡ് എടുത്തവർക്ക് ഞാൻ ഗ്രൂപ്പിൽ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് വാച്ച് ചെയ്തിരിക്കുന്നവർക്ക് കിട്ടുള്ളൂ, മനസ്സിലായില്ലേ? വാച്ച് ചെയ്തിരിക്കുന്നവർക്ക് കിട്ടുള്ളൂ. ഫ്രീ ഗ്രൂപ്പിനും കൊടുത്തിട്ടുള്ള ലെവലാണ്, പെയ്ഡ് ഗ്രൂപ്പിനും കൊടുത്തിട്ടുള്ള ലെവലാണ്. പക്ഷേ ലാസ്റ്റാണ് നമുക്ക് ആക്ടിവേറ്റ് ആവുന്നത്. ഒരു വട്ടം ആക്ടിവേറ്റ് ആയി എസ് എൽ അടിച്ച ലെവലും കൂടിയാണ് കേട്ടോ അത്. എസ് എല്ലിൽ നിന്ന് 2 വട്ടം വന്നിട്ടുണ്ട്. ഇനി നാളെ ഇങ്ങനെയാണെന്ന് അറിയില്ല. 2 ദിവസമായിട്ട് മാർക്കറ്റ് നല്ല പ്രഷറിലാണ്. നല്ല മൊമെൻറ്റം വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ട്രേഡുകളൊക്കെ വരും. അതൊക്കെ ഈസിയാണ്, നിങ്ങൾ ഡെയിലി കാണുന്നതായിരിക്കും. അത്യാവശ്യം നിഫ്റ്റിക്ക് മര്യാദയ്ക്കൊരു മൊമെൻറ്റം വരുന്നുണ്ട്, മര്യാദയ്ക്കൊരു റണ്ണിങ്ങും നിഫ്റ്റിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ലെവലിലാണെങ്കിൽ നമുക്ക് ഹൈ റിട്ടേൺസ് എന്തായാലും വരും. ഇന്ന് നമുക്ക് ഇത്രയും സ്ട്രൈക്കുകളുള്ള എൻട്രികൾ ഉണ്ടായിരുന്നു. ഇത്രയും സ്ട്രൈക്കുകൾ നമ്മൾ വാച്ചിങ് തന്നെയായിരുന്നു. പലരും പല സ്ട്രൈക്കുകളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ആൻസറുകളൊക്കെ ആയിട്ടാണ് ഈ സ്ട്രൈക്കുകളിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ആക്കിയിരിക്കുന്നത്. നമുക്കുണ്ടായിരുന്ന ട്രേഡുകളൊക്കെ നോക്കിയാൽ കേട്ടോ. നമുക്കുണ്ടായിരുന്ന 24,450 പി ആണ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 2 എസ് എല്ലാണ്. ഫസ്റ്റ് ആയിട്ട് ഇത് ഫ്രീ ഗ്രൂപ്പിലത്തെ ട്രേഡാണ് കേട്ടോ. ഇത് എസ് എല്ലാണ്, എസ് എൽ എന്നും പറയാം. ഇത് കറക്റ്റ് 10ാമത്തെ ക്യാൻഡലിൽ എസ് എല്ലിൽ പോയിട്ടുള്ള ട്രേഡാണ്. അതിനൊന്നും എനിക്കും പറയാനില്ല, അത് എസ് എല്ലായിട്ടാണ് കൊണ്ടുവരും. പക്ഷെ ഞാൻ ഇവിടെ ട്രേഡ് എടുത്ത ശേഷം നമുക്ക് ഇവിടെ ട്രേഡ് ആക്ടിവേറ്റ് ആയി, റെഡ് ക്യാൻഡിൽ ട്രേഡ് ആക്ടിവേറ്റ് ആയി, ഗ്രീൻ ക്യാൻഡിൽ ഇച്ചിരി അടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടാവും. എങ്ങനെ നോക്കിയാലും 5 പടിയിൽ നിന്ന് കിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ ട്രേഡ്. അപ്പോൾ അങ്ങനെ ഡിസ്കൗണ്ട് പ്രൈസിനുള്ള ആളുകൾക്ക് 10 പോയിൻ്റ് കിട്ടും. ഞാൻ ആ 10 പോയിൻ്റ് പറയണില്ലേ, നമുക്ക് ലിമിറ്റിൽ തന്നെ പിടിക്കാം, മനസ്സിലായാലും ലിമിറ്റിൽ നിന്ന് നിങ്ങൾ ട്രേഡ് എടുത്തു. ഞാൻ ഈ 2ാമത്തെ ക്യാനിലൊക്കെ ആയപ്പോൾ തന്നെ പറഞ്ഞു റിസ്ക് എലമെൻ്റ് ഉണ്ടെന്ന് പണ്ടായിരുന്നു, ഗ്രൂപ്പിൽ ഉണ്ട്. ഈ ട്രേഡിൽ റിസ്ക് ഉണ്ട്, സൈഡിലേക്ക് ഒരു ടെൻഡൻസി വരുന്നുണ്ട്, അതിന് ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ കൂടിയും നമുക്ക് 10 ക്യാൻഡിലാണ് ഞാൻ പറഞ്ഞൊരു ക്യാൻഡിൽസിൻ്റെ ഫോർമാറ്റ്. നിങ്ങൾ ട്രേഡ് എടുത്ത ശേഷം 10 ക്യാൻഡിലിൽ എസ് എൽ അല്ലെങ്കിൽ പ്രോഫിറ്റ്, അത് വരുന്നില്ലെങ്കിൽ എക്സിറ്റ് അടിക്കുക. അത് കറക്റ്റ് 10ാമത്തെ ക്യാൻഡിലിൽ എസ് എൽ പോയിട്ടുള്ള ട്രേഡാണ്. അപ്പോൾ നമുക്ക് എസ് എൽ ആയിട്ടാണ് കൂട്ടാം. പിന്നെ ഇതേ പ്രൈസിൽ തന്നെയാണ് നമുക്ക് എസ് എൽ അടിച്ച അതേ പ്രൈസ്, അതായത് 95.85. ഇതിലാണ് അടുത്ത എൻട്രി വന്നതാണ്. അത് 20 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. അത് 1 വേ തന്നെ കിട്ടും. ഒരു 19-18 പോയിൻ്റ് 1 വേ കിട്ടും. ഇവിടെ അടിച്ച എസ് എൽ ഇവിടെ ക്ലിയർ ആക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 3ാമത്തെ ട്രേഡ് കിട്ടുന്നത് ഇതേ പൊസിഷൻ തന്നെയാണ്, 95.85. ഇതും 20 പോയിൻ്റ് പോയിട്ടുള്ള ട്രേഡാണ്. ഇത് എക്സാക്റ്റ് 24 പോയിൻ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രേഡ് 20 പോയിൻ്റ് പോയിട്ടുള്ളതാണ്. പിന്നെ നമുക്കുണ്ടായിരുന്നത് 115.40 115.40 നമുക്ക് ഡയറക്റ്റ് എസ് എല്ലാണ്. അവിടെ എസ് എൽ അടിച്ചിട്ടുണ്ടെന്ന് സെയിം സ്ട്രൈക്ക് തന്നെയാണ്, 24,450 പി തന്നെയാണ് അവിടെ. പക്ഷേ ഡയറക്റ്റ് എസ് എല്ലാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ 2 ഡയറക്റ്റ് എസ് എൽ വന്നു, മനസ്സിലായി. പിന്നെ മാർക്കറ്റ് ഭയങ്കര കൺസോൾട്ടേഷൻ നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് സ്ട്രൈക്ക് ചാർട്ടാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്, സ്ട്രൈക്കാണ്. അപ്പോൾ എക്സാക്റ്റ് പ്രൈസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എൻട്രി ആക്ടിവേറ്റ് ആണെങ്കിൽ ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ആകണം. ഇവിടെ പിന്നെ കൺസോൾട്ടേഷൻ ആയിരുന്നു മാർക്കറ്റ്. ഇവിടെ നിന്ന് കയറാൻ ശ്രമിച്ചു, ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ കയറാൻ ശ്രമിച്ചു, ഇവിടെ റെഡ് ക്യാൻഡിൽ അടിയിലേക്ക് കൊണ്ടിട്ടു. പിന്നെ മാർക്കറ്റ് പിന്നെ അടിയിൽ പോയിട്ട് തിരിച്ച് കയറണം, മനസ്സിലായി. തിരിച്ച് കയറുമ്പോഴും മാർക്കറ്റ് തിരിച്ച് കയറുമ്പോഴും ഇതേ റെഡ് ക്യാൻഡിൽ നോക്കണം. പക്ഷേ റെഡ് ക്യാൻഡിൽ എവിടെ വരുന്നത് നോക്കുക, റെഡ് ക്യാൻഡിൽ ഇവിടെ വരണത്. അപ്പോൾ ഇങ്ങനത്തെ സിനാരിയോസിൽ അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് 5 മിനിറ്റിൽ ലിമിറ്റിൽ വരണമെന്ന്. ഇത് 3 മിനിറ്റിലേ ലിമിറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിമിറ്റിൽ എടുക്കാം, നിങ്ങൾ ലിമിറ്റ് ഇട്ടിരുന്നോ, മനസ്സിലായില്ലേ. പക്ഷേ ഈ ട്രേഡ് നമുക്ക് പോയാണ് 30 പോയിൻ്റ് 35 പോയിൻ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. 30 പോയിൻ്റ് പോയിട്ടോ 1:3. അതിനൊറ്റ സ്ട്രൈക്കിൽ 4 എൻട്രി ആവുന്നതാണ് സെയിം പ്രൈസിൽ, മനസ്സിലായില്ലേ. ഞാനിവിടെ പറഞ്ഞു ഇപ്പോൾ തന്നെ 4 ട്രേഡ് പറഞ്ഞു. ഇതാണ് 4 ട്രേഡ് ഉണ്ടായിരുന്നത്. കാരണം ഈ പറഞ്ഞ 2 ട്രേഡ് നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ വന്നതാണ്. ഈ എസ് എൽ അടിച്ചതും പിന്നെ ഈ 20 പോയിൻ്റ് കിട്ടിയതും ഫ്രീ ഗ്രൂപ്പിൽ വന്നതാണ്. പിന്നെ നമുക്കുണ്ടായിരുന്ന 80-700 പിയിലാണ്, സെൻസസ് ആണ് കേട്ടോ. ഈ 2 സെൻസസ് ട്രേഡും 10 പോയിൻ്റ് നോക്കിയിരുന്ന് വിട്ട് കളഞ്ഞ ട്രേഡാണ്. ഇതിപ്പോൾ ഇതിൽ നിങ്ങൾ പ്രോഫിറ്റിൽ ഇറങ്ങിയാൽ കൂടി ഇത് ചിലപ്പോൾ നിങ്ങൾ എസ് എല്ലിൽ ഇറങ്ങേണ്ടി വരും, മനസ്സിലായാലും. ചെറിയ എസ് എല്ലിൽ നിങ്ങൾ ഈ 2ാമത്തേൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങേണ്ടി വരും. ഫസ്റ്റേൽ നിങ്ങൾ പ്രോഫിറ്റിൽ ഇറങ്ങുള്ളൂ. പിന്നെ നമുക്കുണ്ടായിരുന്ന 24,400 സി ആണ്. ഇതൊക്കെ 7 പോയിൻ്റേ കിട്ടിയിട്ടുള്ളൂ. 10 ക്യാൻഡിൽ വെറ്റിത്താൽ കൂടി നിങ്ങൾക്ക് 7 പോയിൻ്റേ കിട്ടുള്ളൂ, മനസ്സിലായില്ലേ. പിന്നെ അടിയിലേക്ക് ചെയ്തത് നിങ്ങളെല്ലാ ട്രേഡും ഒരു 10 ക്യാൻഡിൽ വെയിറ്റ് ചെയ്താൽ മതി. 10 to 15 ക്യാൻഡിലാണ് ഇതിൻ്റെ ഒരു കണക്ക്. കറക്റ്റ് 10 ക്യാൻഡിൽ വെയിറ്റ് ചെയ്യുക.
പ്രോഫിറ്റ് ഉള്ളെങ്കിൽ ഇറങ്ങുക. അതിൻ്റെ ഉള്ള 7 പോയിൻ്റാണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിലൊന്നും ചെയ്യാനില്ല. പിന്നെ 24,400 സെയിം സ്ട്രൈക്ക് തന്നെയാണ്. നമുക്ക് വേറെ ട്രേഡും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതും 10 പോയിൻറ്റ് എക്സാക്റ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ 10 ക്യാൻഡിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. ഇതിൽ ഓരോ പ്രോഫിറ്റിൽ തന്നെ മറ്റേ ട്രേഡാണെങ്കിലും ഈ ട്രേഡാണെങ്കിലും 10 ക്യാൻഡിലിൽ നിങ്ങൾ പ്രോഫിറ്റിൽ തന്നെ ഇറങ്ങും. ഇത് ട്രേഡ് നമുക്ക് സെൻസസിലാണ് 8600 ആണ് കേട്ടോ. അതിൽ നമുക്കൊരു 1:1 ഒന്നും കിട്ടിയിട്ടില്ല. ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. ഇതിൽ എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ഗ്രൂപ്പിൽ ട്രേഡുകളൊക്കെ ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ റിസ്കിൻ്റെ കാര്യമൊക്കെ ഫസ്റ്റ് ട്രേഡിൽ നമുക്ക് റിസ്ക് ഉണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ വോയിസിൽ അതൊക്കെ കിടക്കണത്. 10 ക്യാൻഡിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? ഈ ക്ലോസ് പറഞ്ഞത് എസ്എല്ലാണ്. നമുക്ക് 10ാമത്തെ ക്യാൻഡിൽ എസ്എൽ അടിച്ചു. പക്ഷേ അതിൻ്റെ മുമ്പേ ഞാൻ റിസ്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയവരുണ്ടെങ്കിൽ പ്രോഫിറ്റിൽ ചെറിയ പ്രോഫിറ്റിലോ അല്ലെങ്കിൽ ചെറിയ ലോസിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. SL മെയിൻറ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ SL തന്നെ ആയിരിക്കും അത്. മനസ്സിലായില്ലേ? അതേ 95-55 ഞാൻ പറഞ്ഞില്ല. പിന്നെ ആക്ടിവേറ്റ് ആയി 20 പോയിൻ്റ് കിട്ടിയെന്ന്. അതാണിത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രീ ഗ്രൂപ്പിലാണെന്നാണ്. പേര് ഗ്രൂപ്പ് ഞാൻ കാണിക്കുന്നില്ലേ. നിങ്ങൾ ഡെയിലി എൻ്റെ നിന്ന് ട്രേഡ് എടുത്തിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഡെയിലി എൻ്റെ മാത്രം ഗ്രൂപ്പ് കണ്ടിട്ട് ശീലിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മണി മാനേജ്മെൻറ്റാണ്. ലോഡ് സൈസ് എങ്ങനെയാണ് നോക്കേണ്ടത്, എങ്ങനെ നമുക്ക് പെട്ടെന്ന് എക്സിറ്റ് അടിക്കാൻ പറ്റും, ഏതൊക്കെ ട്രേഡാണ് നമുക്ക് ട്രാപ്പ് വരുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റും. പിന്നെ എക്സാക്റ്റ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഞാൻ പറയുന്നുണ്ട്. 10 പോയിന്റ് നിഫ്റ്റിക്ക് സ്റ്റോപ്പ് ലോസ് 50 പോയിന്റ് ടാർഗറ്റ്. എല്ലാ ട്രേഡ് അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്കൊരു കണ്ടീഷനും ഉണ്ട്. ബയേഴ്സ് ലോസിന് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കണം, ട്രേഡ് എടുക്കണം. അതിൻ്റെ ഉപരി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് പറയണത്. നിങ്ങൾക്ക് മെൻ്റലി ഒരു സ്ട്രോങ് ആ ഒരു ചാൻസ് കൂടെ ഉണ്ട്. അതായത് നിങ്ങളൊരു 10 മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു ട്രേഡിൽ 10 മിനിറ്റിൻ്റെ മുകളിലേക്ക് ഒരു 10 ക്യാൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എക്സിറ്റ് അടിക്കാൻ നിങ്ങൾക്കതൊരു മൈൻഡ് സെറ്റ് കൺട്രോൾ ആവും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ഒരിക്കലും ഹോൾഡിങ്ങിലേക്ക് പോവില്ല. സ്ട്രൈക്കിലൊന്നും നിങ്ങൾ ഹോൾഡ് ചെയ്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യം വരില്ല. അത് 2 ദിവസം 3 ദിവസം ഓപ്ഷൻസ് വെച്ച് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ടൈറ്റാണ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ. നല്ല മൈൻഡ് വേണം. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. നന്നായിട്ട് മണി മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ലോഡ് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ലോട്ട് എങ്ങനെ വിൽക്കണം, എവിടെയൊക്കെ നിങ്ങൾ വിൽക്കണം എന്ന് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 100 രൂപ സ്ട്രൈക്ക് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി. നമ്മൾ 2 ലോട്ട് എടുത്തു. 2 ലോട്ടിൽ നിങ്ങൾക്ക് 100 വെച്ചിട്ട് 15,000 രൂപ ചിലവായി. അതിൽ നിങ്ങൾക്കൊരു 15 പോയിൻറ്റ്, അതായത് 115ക്ക് ട്രേഡ് എത്തി. അപ്പോൾ 15 പോയിൻറ്റ് കിട്ടി. അപ്പോൾ 15 പോയിൻറ്റ് നിങ്ങൾ ഒരു ലോട്ടിൽ വിൽക്കുക. മനസ്സിലായാലും അപ്പോൾ 15 പോയിൻറ്റ് നിങ്ങൾക്ക് കിട്ടും. അതായത് 1000 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. ആ പ്രോഫിറ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക. ബാക്കി ഒരു ലോഡ് ഉണ്ടല്ലോ, ഈ ഒരു ലോഡിനെ കറക്റ്റായിട്ട് SL 10 പോയിൻ്റ് തന്നെ വയ്ക്കുക. അത് തിരിച്ച് വന്ന് അടിച്ചാൽ പോലെ നിങ്ങൾക്ക് 5 പോയിൻ്റ് അപ്പോഴും പ്രോഫിറ്റാണ്. നിങ്ങൾ കറക്റ്റ് 10 പോയിൻ്റ് വെച്ചാണ്. നിങ്ങൾ 15 പോയിൻ്റ് ഇറങ്ങി കഴിഞ്ഞാൽ 10 പോയിൻ്റ് നിങ്ങൾക്ക് പോകുള്ളൂ. അപ്പോൾ 5 പോയിൻ്റ് എപ്പോഴും പ്രോഫിറ്റില്ല. നിങ്ങൾ 1,500 രൂപ മുകളിൽ അപ്പോഴും ഒരു ട്രേഡിൽ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും വലിയ പ്രോഫിറ്റ് ആണെങ്കിലും ഇങ്ങനത്തെ ഓരോ സൈഡ് വേസ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാവുന്നൊരു മെത്തേഡാണ് ഇതൊക്കെ കേട്ടോ. നല്ല ട്രെൻഡിങ് മാർക്കറ്റിലും ഇത് ഓക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ആവശ്യമൊന്നും ട്രെൻഡിങ് മാർക്കറ്റിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ടാർഗറ്റിൽ അടിച്ചു പോകും. മനസ്സിലായില്ലേ? ഭയങ്കര ഫാസ്റ്റിൽ ടാർഗറ്റിൽ എല്ലാ സൈഡിലേക്കും വരും. അപ്പോൾ ട്രെൻഡിങ് മാർക്കറ്റിൽ ഇതിൻ്റെ ആവശ്യം വരില്ല. ഇങ്ങനെ ഹോൾഡ് ചെയ്യേണ്ട, വിൽക്കേണ്ടയും മേടിക്കേണ്ടയും ആവശ്യം വരില്ല. പക്ഷേ ഇങ്ങനത്തെ സൈഡ് വേസ് മാർക്കറ്റിൽ നിങ്ങൾക്കിത് ചെയ്തേ പറ്റുള്ളൂ. എന്നാലും നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഒരു ട്രേഡ് രാവിലെ എടുത്തു. ഇനി കോമൺ ആയിട്ട് ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു ട്രേഡ് എടുത്തു, ഒരു 100 രൂപയ്ക്ക് എടുത്തു, നിങ്ങൾ ഹോൾഡ് ചെയ്യും. ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ ചെയ്യണവരുണ്ടാവും. അവിടെ പറയണത് ഞാൻ കാര്യമായിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കണ കുറേ ആൾക്കാരുണ്ട്. ഫ്രീ ഗ്രൂപ്പിലിരിക്കണവർ തന്നെ ഏതെങ്കിലും ഒരു ട്രേഡ് എടുത്തിട്ട് ഹോൾഡ് ആക്കുവർ. കറക്റ്റായിട്ട് SL കൊടുത്തിറങ്ങില്ല, അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങില്ല. അങ്ങനെ സെറ്റപ്പ് കറക്റ്റായിട്ട് ഹോൾഡ് ഇട്ടിരിക്കുവർ. അപ്പോൾ അത് മെൽറ്റ് അടിയിലേക്ക് വരിക ചെയ്യുക. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായാലും. പക്ഷേ ഇതിനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ വിൽക്കലും വാങ്ങലൊക്കെ നടത്താനുള്ള ചാൻസ് മാർക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതൊന്നും കറക്റ്റായിട്ട് ചെയ്യാണ്ട് നിങ്ങൾ ഹോൾഡാക്കി ഇരുന്ന് 30 രൂപയും 40 രൂപയും 40 പോയിൻറ്റ്സ് കേട്ടോ, 40 പോയിൻറ്റ്സൊക്കെ നിങ്ങൾ ലോസ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ എന്നാണ് പോണത്. അത് ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക. മാക്സിമം മണി മാനേജ്മെൻറ്റും ലോഡ് സൈസ് മാനേജ്മെൻറ്റും ഒരിക്കലും നിങ്ങൾ SLനെ ആവറേജ് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾക്ക് 10 പോയിൻ്റാണ് ഞാനിവിടെ പറയണ SL. അപ്പോൾ SL 10 പോയിൻ്റ് അടിക്കണ നേരത്ത് അടിക്കാൻ പോകണമെന്ന് കാണുമ്പോൾ നിങ്ങൾ ഇത്തിരിയോണം SLനെ അടിയിലേക്ക് വെക്കുകയോ, അല്ലെങ്കിൽ 10 പോയിൻ്റ് അടിക്കാത്ത നേരത്ത് ഒരു ലോട്ട് കൂടുതൽ മേടിക്കുകയോ ഈ പരിപാടിയൊന്നും ചെയ്യരുത്. ഇത് തന്നെയാണ് പ്രോഫിറ്റ് എത്തുമ്പോഴും. പ്രോഫിറ്റ് 15 പോയിൻ്റ് എത്തുന്ന നേരത്ത് ഒരു ലോട്ടിനെ കൂടുതൽ മേടിക്കുകയോ
അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാൻ പാടില്ല. ഒരു ലോട്ടിന് കൂടുതലൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി നമുക്ക് നല്ല ട്രേഡ് കിട്ടി, നിങ്ങളവിടെ അത്രയും ലോട്ടുകൾ ഡിപ്ലോയ് ചെയ്തു, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡ് എടുത്തു. അവിടെ നിങ്ങൾ പിന്നെ പിന്നിലേക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പിന്നെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന്. 2 ലോട്ട് എടുക്കുന്ന ആൾക്കാർ 1 ലോട്ടിനെ വിൽക്കണം, 1 ലോട്ടിനെ SL വിൽക്കണം. ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാർ 1 ലോട്ട് എടുക്കുന്ന ആൾക്കാർ 15 പോയിന്റ് പോയ നേരത്ത് ഒന്നെങ്കിൽ നിൽക്കാതെ വിറ്റിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 15 പോയിന്റ് പോയ നേരത്ത് ഈ 1 ലോട്ടിന് കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇവിടെ ബാക്കി മാർക്കറ്റ് തീരുമാനിക്കും കോസ്റ്റ് അടിക്കണോ നല്ല പ്രോഫിറ്റിക്ക് പോകണോ എന്നുള്ളത്. പിന്നെ ഒരു 35 പോയിന്റ് പോകുന്ന നേരത്താണ് നിങ്ങളൊരു ട്രെയിലിംഗ് SL മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 30 പോയിന്റിൽ ട്രെയിലിംഗ് SL വയ്ക്കുക. 50 പോയിന്റ് അടിക്കണ നേരത്ത് 50 പോയിന്റ് അടിച്ച ആ ക്യാനുണ്ടല്ലോ, ആ ക്യാനിൻ്റെ അടിയിൽ നിങ്ങൾ ബാക്കി ട്രെയിലിംഗ് SLനെ മോഡിഫൈ ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റിക്ക് വരാൻ പറ്റും കേട്ടോ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ലോസുകൾ കുറക്കെ ഒഴിവാക്കാൻ പറ്റും. ഡയറക്റ്റ് SL അടിക്കുന്ന സംഭവമുണ്ട്. ഇന്നത്തെ ട്രേഡിൽ ഞാൻ പറഞ്ഞു 2 ഡയറക്റ്റ് SL അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് ബാക്കി ട്രേഡുകൾ ഫെയിലിയർ ആയെന്നല്ല, ബാക്കി ട്രേഡുകളിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റുകൾ കുറവാണ്. മനസ്സിലായില്ലേ? ആ 20 പോയിന്റ് 25 പോയിന്റ് 30 പോയിന്റ് 35 പോയിന്റ് ഒക്കെയാണ് കിട്ടണത്. പക്ഷേ അത് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കവറായി പോകാൻ പറ്റും. നിങ്ങളൊരു 10 പോയിന്റ് അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൈമിൽ നിങ്ങൾക്ക് അടിക്കില്ല എന്നല്ല, അത് നല്ല പ്രോഫിറ്റുള്ള പ്രോബിലിറ്റി കൂടുതൽ ആ പ്രൈസിൽ എപ്പോഴും. അത് നിങ്ങൾ മാനേജ് ചെയ്യണം. ഞാൻ ഒരു ട്രേഡ് എടുക്കുള്ളൂ 2 ട്രേഡ് എടുക്കുള്ളൂ വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ട്രേഡ് എടുത്തു, രാവിലത്തെ ഒരു ട്രേഡ് എടുത്ത് ലോസായി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബാക്കി കുറേ ട്രേഡുകൾ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ബാക്കി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ ട്രേഡ് എടുക്കും, അതും ലോസാകും. പക്ഷെ ബേസിക്കലി അതെൻ്റെ പ്രശ്നമല്ലല്ലോ. മനസ്സിലായില്ലേ? നിങ്ങൾ കറക്റ്റ് പ്രോഫിറ്റ് വരുന്ന ട്രേഡുകളില്ല. നിങ്ങൾ എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യണത്. നിങ്ങളത് ഫസ്റ്റ് മനസ്സിലാക്കുക. 1 മിനിറ്റാണ്. 1 മിനിറ്റിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി രാവിലെ ടു ഉച്ച വരെ എന്തായാലും വരും. ആ ഓപ്പർച്യൂണിറ്റി എല്ലാം എടുക്കേണ്ട വരും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ട്രേഡ് ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാ ട്രേഡ് എടുക്കേണ്ട വരും. നിങ്ങൾക്ക് പോണ ക്യാപിറ്റൽ ഇത്ര ഉണ്ടാവുള്ളൂ, ഇത്ര പോയിൻ്റാണ് നിങ്ങൾക്ക് SL വരിക, ഇത്ര പോയിൻ്റാണ് പ്രോഫിറ്റ് വരിക. ഇതിനൊക്കെ പ്രോഫിറ്റ് വരുന്ന നേരത്തെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ ചെയ്യുക. ഇനിയിപ്പോൾ വിൽക്കണവർക്ക് അത് വിൽക്കാം, എത്ര ലോട്ട് ഉണ്ടെങ്കിലും കേട്ടോ. പക്ഷേ ഇതിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തരുന്നുണ്ട്. നിങ്ങളത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാത്തതാണ്. നിങ്ങളുടെ മുമ്പിൽ കാണുന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണില്ലേ? മനസ്സിലായില്ലേ? അത് എക്സ്പീരിയൻസിൻ്റെ കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, അത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. അപ്പോൾ ഞാനത് പറഞ്ഞുതരും എങ്ങനെയൊക്കെയാണെന്ന്. ഞാനിപ്പോൾ സെപ്പറേറ്റ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഞാനിത് ഡെയിലി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യണതാണ്. എല്ലാ വോയിസിലും പറയാറുള്ളതാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. നിങ്ങൾ മാക്സിമം എൻ്റെ ഗ്രൂപ്പിൽ കയറുമ്പോൾ എല്ലാ വോയിസും കേൾക്കുക. വോയിസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പകുതി ക്വസ്റ്റ്യൻസിന് ആൻസർ അവിടെ തീരും. മനസ്സിലായില്ലേ? ബാക്കി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അത് ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ആക്കി എടുക്കുക. പിന്നെ മാക്സിമം പിന്നെ എനിക്ക് വരുന്ന DMസിൽ പലരും ചോദിക്കുന്നത് എത്ര പ്രോഫിറ്റ് കിട്ടണമെന്നാണ്. അതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും? നിങ്ങളുടെ ക്യാപിറ്റൽ ചിലപ്പോൾ 1 ലക്ഷം ആയിരിക്കാം, 2 ലക്ഷം ആയിരിക്കാം, ചിലപ്പോൾ 10,000 രൂപ ആയിരിക്കാം. ഇതിൽ എത്ര പ്രോഫിറ്റ് നിങ്ങൾ എടുക്കും? അതിപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുക? അത് പറയാൻ പറ്റില്ല. എന്നെ കൊണ്ടൊന്നല്ല ആർക്കും പറയാൻ പറ്റില്ല. ഞാനിവിടെ ഒരാളിനെയും 50 പോയിന്റ് എടുക്കണം എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തണില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് എടുക്കണം നിങ്ങൾക്ക് എടുക്കാം. 50 പോയിന്റ് 1 ലോട്ട് അടിക്കാന്ന് പറഞ്ഞാൽ 3750 രൂപ. ഞാൻ പറഞ്ഞിട്ടേണ്ട കാര്യമില്ലല്ലോ, 3750 രൂപ കിട്ടും. അപ്പോൾ അതൊരു പ്രോഫിറ്റായി നിങ്ങൾ കണക്ക് കൊണ്ടുവരും. ഇനിയിപ്പോൾ ഒരു ട്രേഡിൽ 10 പോയിന്റ് 5 പോയിന്റ് എടുക്കാനാണ് താല്പര്യം എന്ന് വെച്ചാൽ 4-5 ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു 10, 60, 70 പോയിന്റായി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫിഗറിലേക്ക് എത്തും നിങ്ങൾ. അപ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് പറയാനൊന്നും പറ്റില്ല. അത് നിങ്ങളുടെ ട്രേഡിങ് സ്കില്ല് പോലെ ഇരിക്കും പ്രോഫിറ്റ് കിട്ടില്ല. നമ്മളിവിടെ കറക്റ്റ് ബൈങ് പ്രൈസും കാര്യങ്ങളും എല്ലാ വോയിസ് ഇടുന്നുണ്ട്. പക്ഷെ എല്ലാവരും പ്രോഫിറ്റ് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. എത്ര കിട്ടും? എനിക്ക് ആവറേജ് പ്രോഫിറ്റിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. നമുക്ക് എത്ര കിട്ടുന്നൊന്നും നമുക്കറിയില്ല. 1 ലോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 3550 രൂപ കിട്ടും. 30 രൂപയിലാണ് നിങ്ങൾ വിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2200 രൂപ കിട്ടും. അതാണ് അതിൻ്റെ ഉള്ളത്തെ ഒരു സംഭവം. ഇനി 15 പോയിന്റ് 20 പോയിന്റിലാണെങ്കിൽ 1500 രൂപ, 1000 രൂപ, 1500 രൂപ കിട്ടും ഒരു ട്രേഡിൽ 1 ലോഡിൽ ചെയ്യുമ്പോൾ. മനസ്സിലായില്ലേ? അതാണ് ടോട്ടൽ പ്രോഫിറ്റ് ഒരു ട്രേഡിലത്തെ വരുന്നത്. ഒരു ദിവസം നിങ്ങൾ ചെയ്യണ പോലെ ഇരിക്കുക. അത് എൻ്റെ കണക്കിൽ വരുന്ന കാര്യമല്ല. മനസ്സിലായി? അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു. നിങ്ങൾ വ്യക്തി മാക്സിമം ഒന്ന് ആലോചിക്കുക, ചിന്തിക്കുക. ഇത് ചിന്തിക്കാനുള്ള കുറച്ച് കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ട്രേഡിങ്, നിങ്ങളുടെ ക്യാപിറ്റൽ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരിക്കലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരുന്നിട്ട് സക്സസ് റേറ്റ് വരില്ല കേട്ടോ. എൻ്റെ ഒന്ന് കോൾ എടുക്കണതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സക്സസ് റേറ്റിലേക്ക് വരാൻ പറ്റില്ല. പ്രോഫിറ്റ് വരുമായിരിക്കും, പക്ഷെ ഒരിക്കലും നിങ്ങൾ സക്സസ് ട്രേഡർ ഒന്നും ആവില്ല.
നിങ്ങളത് ഡെവലപ്പ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ട്രേഡർ എന്ന രീതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുവരെ നിങ്ങൾ ഒരു കോൾ ഗ്രൂപ്പിൽ കയറി കോൾ എടുക്കണ ഒരു ട്രേഡർ, അത്രേ ഉള്ളൂ കാര്യം. നിങ്ങൾക്കൊരു ട്രേഡർ ആവണമെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ഡെവലപ്പ് ആവണം. അപ്പോഴാണ് നിങ്ങൾ ട്രേഡർ, മനസ്സിലായാലും. അതുവരെ നിങ്ങൾ കോഴ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കോഴ്സ് എടുക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. പ്രത്യേകിച്ചൊന്നും അറിയില്ല, ഒരു ബിഗിനറാണ്, അങ്ങനത്തെ ലെവലിലാണ് നിങ്ങൾ, മനസ്സിലായാലും. ഞാൻ കുറ്റമായിട്ട് പറയണമെന്നൊന്നുമില്ല, അതാണ് എൻ്റെ സത്യം. അപ്പോൾ അത്രക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെച്ചേക്ക്. ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ആയിട്ട് പിന്നെയും വരാം. ചില നേരത്ത് ചില വീഡിയോസിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അത് നമുക്ക് കാണാം യൂട്യൂബിലവിടെ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കാണാം. ചെറിയ ലെങ്ത് ഉണ്ടാവുള്ളൂ, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും കിട്ടും. അപ്പോൾ നാളെ ബുധനാഴ്ചയാണ്. നമുക്ക് നാളെ അടിപൊളി ട്രേഡുകൾ കിട്ടട്ടെ. നാളെ മാർക്കറ്റ് നല്ല രീതിക്ക് മൊമെൻറ്റം ക്രിയേറ്റ് ആവട്ടെ. നമുക്ക് നല്ല പ്രോഫിറ്റുകൾ, നല്ല ടാർഗറ്റുകൾ അടിക്കാൻ പറ്റട്ടെ.